ഇന്ന് നമ്മൾ തൃശ്ശൂരോട്ട് തിരിച്ചു പോകട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ എപ്പോഴും പോകുന്നതിന് മുന്നേ ഞാനിങ്ങനെ അജിതി ചേച്ചിയും കൊണ്ട് എനിക്ക് തലയിൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് ഈ അയ്യത്ത് നിൽക്കുന്ന മുഴുവൻ സാധനങ്ങളും പറിച്ച് എൻ്റെ തലയിൽ അരച്ച് തേക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം ഹോബിയാണ്. അപ്പോൾ അനിയത്തി പറയാറുണ്ട് ചെറുതെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം അവളെ തലയിൽ തേക്കുമെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ താളിയിടിയിൽ ഇങ്ങനെ ഓരോ പാക്കുകൾ പല പല ടൈമിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പം തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ ടൂറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അപ്പോൾ തിരക്കായിരിക്കും. അങ്ങനെ എന്തായാലും ഞാൻ പോകാൻ വേണ്ടിയിട്ട് താളിയൊക്കെ ഇട്ട് രാവിലെ അതൊക്കെ സെറ്റ് ചെയ്തു. പ്രശ്നപ്പോഴത്തേനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ വന്നാൽ പിന്നെ നമ്മൾ ഭയങ്കര മടിച്ചിയാണല്ലോ. അമ്മയും അച്ഛനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയും കാലം ഒന്നും അനങ്ങത്തേ ഇല്ല. എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോയെന്നൊന്ന് പറയണേ ഗൈസ്. അപ്പോൾ അങ്ങനെ അമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാം കേട്ടോ. തൃശ്ശൂർ പോകുന്ന വഴിക്ക് നമുക്ക് കൊച്ചിയിലൊന്ന് കയറി അവിടുത്തെ അമ്മയും അച്ഛനെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് തൃശ്ശൂർക്ക്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ബൈ ഉള്ള കാരണം എന്താ വെച്ചാൽ നമ്മളും അത്ര ടയേർഡ് ആവത്തില്ല. അപ്പോൾ വൈറ്റിലയിൽ ഉഷാമ്മയും അച്ഛനെയും കണ്ടിട്ട് അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഈ കാറിൻ്റെ പുറകിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ഞാൻ ഇവിടുന്ന് പോയാലും എന്താ പറയുക ചക്ക മാങ്ങ തേങ്ങ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ പഴയന്നൂർ നമുക്കങ്ങനെ കപ്പ കിട്ടാറില്ല, കുറവാണ്. അപ്പോൾ ഇവിടെ നല്ല കപ്പ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കപ്പ അവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിട്ട് നമ്മൾ ഇവിടുത്തെ കപ്പ, പിന്നെ ഇവിടെ ആദ്യം ഇട്ടുണ്ടായ മുറ്റത്ത് നിന്ന് ആ ബഡ് പ്ലാവിൽ 2 വർഷം കൊണ്ട് കായ്ച്ച ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴേ പഴുക്കത്തുള്ളൂ. അത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഒക്കെ കയറ്റി ഇറക്കി വെച്ച് പിന്നെ ബാഗ് തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കൽ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവനും വണ്ടിയിൽ ഇനി സ്ഥലമില്ല. അതേപോലെ സാധനങ്ങൾ ഫുള്ളി പാക്ക് ചെയ്ത് കുത്തി നിറച്ച് കയറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ യാത്ര പാർസൽ ചടങ്ങാണ്. വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ ബ്രഷേട്ടനും കൂടെ ഉള്ള കാരണം പിന്നെ നമ്മൾ പേരൻ്റ് ലീവിനായിട്ട് വന്നുകൊണ്ട് ഒരുപാട് നിൽക്കുന്നുമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ എപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ചെടികളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ അവിടുത്തതും ഇങ്ങോട്ടും കൊണ്ടുവരും. അങ്ങനെ എല്ലാമൊക്കെ എടുത്ത് വെച്ചോ എന്നൊക്കെ ഓർത്തും പറഞ്ഞു ഒക്കെ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ഇനിയിപ്പം ലഞ്ച് കഴിക്കാൻ കൊച്ചി ചെല്ലാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ സമയത്ത് എത്താൻ ഒരു സാധ്യതയില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ഓർത്ത് നോക്കുമ്പം കൺമണിയുടെ ബാഗ് എടുത്തിട്ടില്ല. ഇത്രയും ഓർത്തെല്ലാം എടുത്തിട്ട് നമ്മളത് മറന്നു. പിന്നെ നമ്മളവിടെ ഒരു ബേബി ഷോപ്പിൽ കയറി കുറേ ഡ്രസ്സ് അവൾക്ക് വാങ്ങി. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കൊച്ചിയിലെത്തി. പക്ഷേ അമ്മ കൺമണിയെ കണ്ടപ്പോഴത്തേനും എല്ലാവർക്കും കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അമ്മയുടെ അടുത്ത് അവൾ ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്തു കേട്ടോ. അവൾ എല്ലാവരുടെ അടുത്തും പോകാറുമുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. വൈറ്റിലയിലാണ് കേട്ടോ അവളുടെ ഫ്ലാറ്റ്, അനിയത്തിയുടെ. അപ്പം അങ്ങനെ നമ്മൾ വന്നു. ഫുഡൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് ഈവനിങ് ആയെന്ന് തോന്നുന്നു നമ്മൾ എത്തിയപ്പോഴത്തേനും. നമ്മളെപ്പോഴും ലേറ്റാണ്. എന്തായാലും നമ്മൾ വന്നു. കൺമണിയുടെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ വേണമായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ അച്ഛൻ അടിപൊളിയായിട്ട് മീൻകറി, അമ്മയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് അച്ഛൻ്റെ സ്പെഷ്യൽ മീൻകറിയൊക്കെ ഉണ്ട്. അമ്മ വെജിറ്റേറിയനാണ്, അങ്ങനെ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ അച്ഛൻ നോൺ വെജ് എല്ലാം കഴിക്കും. അപ്പോൾ കൺമണിയെ അമ്മ നോക്കിയ സമയം കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ പോരുന്നു. നമ്മൾ തൃശ്ശൂരെത്തി, നമ്മുടെ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേനും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും അവളെ എടുത്ത് വെച്ച് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ നമുക്ക് മൂന്നാർ പോകാനുള്ളത്. മൂന്നാർ, തേക്കടി, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പോകാനുണ്ട്. അപ്പം അതുകൊണ്ട് ഒത്തിരി വർത്തമാനം പറയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങി. രാവിലെ നമ്മൾ കൊച്ചിന് വേണ്ടുന്ന ഫുഡും സാധനങ്ങളും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത്, അറിയാമല്ലോ ചെറിയ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴുള്ള പാട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട്, അടിമാലി അതിരപ്പള്ളിയാണെന്ന് തോന്നുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി നിന്ന് കുറേ ഫോട്ടോ അടിക്കുകയും ഐസ്ക്രീം കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മോൾക്ക് ഇപ്പം നമ്മൾ ഈ എല്ലാം സെർലാക്കും പിന്നെ ഏത്തയ്ക്കാപ്പൊടി, റാഗി പൗഡർ ഇതൊക്കെ കൊടുക്കുന്ന കാരണം ഫുഡ് കൊണ്ടുപോകാൻ ഈസി ആയിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ കുറുക്കി കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഫോർമുല മിൽക്ക് ആയതുകൊണ്ട് അത് പൗഡറല്ലേ, അപ്പോൾ അത് കലക്കി കൊടുക്കാം. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അവളുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയത് നേരെ മൂന്നാറിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്കോ ടൂറിസം, ഇങ്ങനെ അകത്ത് പ്ലാന്റ്സും ഇങ്ങനെ ബേർഡ്സും അതും ഇതുമൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളുള്ള ഒരു പാർക്കായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ടിക്കറ്റ് റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. നല്ല രസമുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഇതൊക്കെ കണ്ടില്ലേ, ചെടിയിലിങ്ങനെ പുല്ലിലിങ്ങനെ ചെയ്തെടുത്തേക്കുന്ന കുറേ കാര്യങ്ങളും, പിന്നെ ഈ മീനുകളെ നമുക്ക് തീറ്റയിട്ട് കൊടുത്തിട്ട് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. എനിക്കിതിനെയൊക്കെ ഇങ്ങനെ തൊടാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാനും കൈയിട്ട് കുറേ നേരം വെള്ളത്തിൽ. കൺമണി ഇതൊക്കെ ഇങ്ങനെ കണ്ട്, അവൾക്കൊരു 7 മാസം പ്രായമായിട്ടുള്ളൂ.
അപ്പോൾ എല്ലാവരും കുറേ നേരം അത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ തീറ്റയിട്ട് കൊടുക്കുമ്പോഴത്തേനും വന്ന് കയ്യിൽ ഇതായിട്ട് അച്ഛൻ 1-2 പിടിച്ചെടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം അതിൻ്റെ കൂടെ നിന്നു. പിന്നെ മോൾക്ക് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ കൈയിടാൻ അത്ര അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാനുള്ള പ്രായമാവാത്തതുകൊണ്ട് പിന്നെ എനിക്കും അവളെ വെള്ളത്തിൽ അങ്ങനെ കൈയിട്ട്, കാരണം എന്ത് കൈയിട്ടാലും അവൾ വായിലോട്ട് കൈ വെക്കുന്നതാണ്, നമ്മളതുകൊണ്ട് അവളെ അതൊന്നും ചെയ്യിച്ചില്ല. പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ കിളികളെ തലയിൽ വെച്ച് കയ്യിലും ദേഹത്തും ഒക്കെ വെക്കുന്ന ഒരു ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ അത് വെച്ചു അവളുടെ ഞങ്ങളെല്ലാവരും തലയിലേക്ക് വെച്ചു. നല്ല രസം കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നമുക്ക് ഈ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. അതിൻ്റെയൊക്കെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടുത്തെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ഇപ്പോൾ ഫോണിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഒരുപാട് ലേറ്റാവാതെ നമ്മൾ പോയി. കുഞ്ഞുങ്ങളും ഉണ്ട്, കൺമണിക്കായാലും ഡയപ്പർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് സെർലാക്കാണെന്ന് പറഞ്ഞാൽ അത് ചൂടാക്കി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോരുന്നു. നമുക്ക് 2 മണിക്ക് എന്തായിരുന്നു ചെക്കിൻ പറഞ്ഞിരുന്നത്. അരേവ ഇന്നെന്ന് പറഞ്ഞൊരു റിസോർട്ടായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തു. ഇത്രയും ലേറ്റായ കാരണം കൺമണിയും കുറച്ച് വഴക്കൊക്കെ തുടങ്ങിയായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടായിരുന്നു. നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വന്നപ്പം ഒരു വെൽക്കം ഡ്രിങ്ക്, നല്ല സ്പൈസസ്, എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ എന്തായാലും ലേറ്റായി നമ്മുടെ രാത്രിയിലത്തെ ഫുഡൊക്കെ വന്നു. കിടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കാണാമെന്ന് കരുതി. അങ്ങനെ രാവിലെ നമ്മൾ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ. അപ്പോൾ നമുക്ക് 11 മണി വരെ എന്തോ ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേനും നമ്മൾ അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ റെഡിയായി ഇറങ്ങി. ഇനിയിപ്പോൾ ഇന്ന് വേണം നമുക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാനായിട്ട്. നമ്മൾ ഇന്നലെ ലേറ്റായിട്ടല്ലേ വന്നേ, അത് കാരണം ഒന്നും കാണാനൊന്നും പറ്റിയില്ല. വരുന്ന വഴി കുറച്ച് നേരം അങ്ങനെ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഇവിടെ തന്നെയാണ് താഴെ പൂളുണ്ട്. അത് ഞാൻ റൂമിൽ നിന്ന് എടുത്തൊരു വ്യൂവിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടില്ല. ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ഞാൻ കണ്ടില്ല. എന്തായാലും കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഈ കാലൊക്കെ പെയിനൊക്കെ ആയ കാരണം അവർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കുറച്ചൊരു ഏരിയയുണ്ട്, പിന്നെ ഒരു പൂളും ഉണ്ട്. കാർത്തി വന്നപ്പോൾ തൊട്ട് എനിക്ക് പൂള് പോകണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴത്തേനും പ്രശേട്ടൻ കുറച്ച് ലേറ്റായി ഇറങ്ങി വരാനായിട്ട്. അവിടെ മാനേജറോട് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം, അപ്പം, സ്റ്റൂ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു. കൺമണിക്കും കുറച്ച് ഇടിയപ്പവും പിന്നെ ഫ്രൂട്ട്സ്, പപ്പായയൊക്കെ കുറച്ച് കൊടുത്തു. അവൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള്. അത് കഴിഞ്ഞ് നമ്മൾ പിള്ളേരെ രണ്ടിനെയും കൊണ്ട് പൂളിൽ പോയി. പ്രശേട്ടൻ നന്നായി നീന്തും. കാരണം നമുക്ക് തൃശ്ശൂർ വീട്ടിൽ അവിടെ അടുത്ത് കുളമൊക്കെ ഉണ്ട് തൊടിയിൽ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ചെറുതിലെ വിട്ട് നീന്തി പഠിച്ച കാരണം നന്നായിട്ട് നീന്തും. കമന്ന് കിടന്നും മലന്ന് കിടന്നും ഒക്കെ നീന്തും. പക്ഷേ മോന് നീന്താൻ അറിയത്തില്ല. അപ്പോൾ ഇവിടെ നീന്തൽ പഠിപ്പിക്കലായിരുന്നു. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഞാനൊന്നും ഇറങ്ങിയില്ല. ഇവർ രണ്ടുപേരും കൂടെ ഫുള്ള് നീന്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ നീന്തലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനമ്മയൊക്കെ വഴക്ക് പറയാൻ തുടങ്ങി, പോരെന്നും പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞാനിങ്ങനെ പോരുന്നു റൂമിൽ. ഇനിയിപ്പോൾ നമുക്ക് പോകാനൊക്കെ എല്ലാം പാക്ക് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ അവിടെ ഇവിടെയുള്ള ടോയ്സ് ഇതെല്ലാം കിടക്കും. അപ്പോൾ 103ഉം 104ഉം ആയിരുന്നു, 102 ആണെന്ന് തോന്നുന്നു നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ പോകാനൊക്കെ എല്ലാം തിരിച്ച് വീണ്ടും പാക്ക് ചെയ്ത് ഇറങ്ങി. ഇനി പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടും ഇറങ്ങി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ അതിലൊക്കെ പോസ്റ്റ് ചെയ്യാനായതുകൊണ്ട് അങ്ങനെ ഇതിലേക്ക് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ അതിനകത്തൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴേ അച്ഛൻ പറഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനില്ല. നേരത്തെ എപ്പോഴോ വന്നിട്ട് എങ്ങനെ കൂടുതലൊന്നും കാണാനില്ലെന്നെങ്കിലും വന്നതല്ലേ എന്നോർത്തിട്ട് നമ്മൾ എന്തായാലും ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞിട്ട് ഈ ബസ്സിലാട്ടോ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ബസ്സിലാണ് നമ്മളെ ഇവർ കൊണ്ടുപോകുന്നത്. അതൊക്കെ ബസ്സിലാണ് പോയ യാത്രയൊക്കെ ഭയങ്കര രസമായിരുന്നു. പോകുന്ന വഴിക്ക് നല്ലൊരു വെള്ളച്ചാട്ടവും കുറേ നേരം അതിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ വരയാട് ഇതിനെയൊക്കെ കാണും. പക്ഷെ അധികമൊന്നുമില്ല, ഒരുപാട് നടക്കാനുണ്ട് അങ്ങ് മേള് വരെ. പക്ഷെ അങ്ങനെ നടന്നു പോയി കാണാൻ അത്ര വെർത്തായിട്ടൊന്നും അവിടെ എനിക്ക് ഫീൽ ചെയ്തില്ല പോയതിൽ. പിന്നെ വേറൊരാൾ നാളെ നമ്മളോട് അവിടെ പോയിട്ടുണ്ടോ, അവിടെ എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ, പോയി കണ്ടു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. നമ്മളെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ, ഇതൊരു ടീ സ്റ്റോളാണ്, നമുക്ക് ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചായ ഒക്കെ കഴിക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലത്തെ മെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ തേയില, ഗ്രീൻ ടീയുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തിരിച്ചു. ഇനി നമുക്ക് പോകാനുള്ളത് തേക്കടിയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ചക്കപ്പഴം കൊണ്ടുവന്നു. ഞാനും കാർത്തിയൊക്കെ ചക്കപ്പഴം എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വരുന്ന വഴിക്ക് അമ്മ ചക്കപ്പഴമൊക്കെ റെഡിയാക്കി തന്ന അച്ഛനും അമ്മയും കൂടെ. പിന്നെ കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വലിയ ഇരുമ്പൊക്കെ കൊണ്ടുവന്നതൊക്കെ കഴിച്ചു. പോകുന്ന വഴിക്ക് നമ്മൾ വലിയൊരു ഗണപതിയെ കണ്ടു കേട്ടോ. ഭയങ്കര വലുപ്പമാണ്. അത് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ
തേക്കടിയിലെത്തിയത് നമ്മളൊരു ഹോം സ്റ്റേ ആട്ടോ ചൂസ് ചെയ്തത് അവിടെ നിൽക്കാനായിട്ട്, മലയാളികളുടെ തന്നെ. ഇതായിരുന്നു നമ്മുടെ റൂമൊക്കെ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഫാമിലി അടുത്ത് തന്നെ ഉണ്ട്, അപ്പം നമുക്ക് കുഞ്ഞിന് കുക്ക് ചെയ്യാനും പാല് തിളപ്പിക്കാനും ഒക്കെ സൗകര്യമായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് വന്നു തേക്കടിയിൽ. അപ്പോൾ വന്ന സമയത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം മഴയൊക്കെ ആയിരുന്നു, വെതർ അത്ര നല്ലതല്ലായിരുന്നു. നമ്മൾ ആ മൂന്നാറിൽ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞ എക്കോ പാർക്കിൽ പോയപ്പോഴും അതെ, അത്ര ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു സുഖമില്ല, ഇങ്ങനെ നനഞ്ഞ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ച് ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടൊക്കെ വന്നു. അങ്ങനെ ഇത്ര ബാച്ചായിട്ട് അവർ കൊണ്ടുവരുന്നതൊക്കെ. പോകുന്ന വഴിയിൽ നമുക്കിങ്ങനെ അപ്പുറത്തെ സൈഡിൽ മൃഗങ്ങളെയൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക ഇപ്പോൾ അതിനെ കാണുന്നതിന്. എന്നിട്ട് ഏതാണ്ട് പിന്നെ എന്തോ മാന്യോ അങ്ങനെ ഏതാണ്ടിനെയൊക്കെ കാണുമ്പോഴത്തേനും ആ ഗൈഡ് നമ്മുടെ കൂടെ ഉള്ള അവർ നമ്മളിങ്ങനെ വിളിച്ച് കാണിക്കും, എന്തോ അവിടെ അതിനെ കണ്ടോ. പിന്നെ നമ്മുടെ ഫോണൊക്കെ വാങ്ങി അവർ നമുക്ക് സൂം ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുത്തു തരും. അങ്ങനെ ഒരു 1 hour ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഈ ഒരു ട്രിപ്പ്. അപ്പം ഇവിടെ നമ്മുടെ ഏതോ ഒരു കൊട്ടാരോ എന്തൊക്കെയോ, അല്ല രാജാക്കന്മാർ വന്ന് താമസിക്കുന്ന ഏതോ ഒരു റിസോർട്ട് എന്തൊക്കെയോ അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല എൻ്റെ പേര്. അപ്പം അങ്ങനെ നമ്മുടെ തേക്കടി ട്രിപ്പും ഇന്നിപ്പോൾ ഇവിടെ തീരുകയാണ്. ഇത് തീർന്നാലും നമുക്ക് ഇനിയും പോകാനുള്ളത് കമ്പം തേനി. എനിക്ക് ആ മുന്തിരിത്തോപ്പുകളിലൊക്കെ ഒന്ന് പോകണം. അതിലെ എക്സൈറ്റ്മെൻറ്റിൽ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ ഇനി അടുത്തതെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിനിയും കമ്പം തേനി വഴി നമ്മൾ കോയമ്പത്തൂർക്കാണ്, നാത്തൂൻ്റെ അടുത്തോട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.